പ്രിയമുള്ളവരെ, ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ ചിലിയൻ തെക്കേ അമേരിക്കയിലെ രാജ്യമായ ചിലിയുടെ ഒരു എഴുത്തുകാരനാണ് അന്തോണിയോ സ്കാർമേത്ത. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു ചെറുകഥയെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ ഓർമ്മച്ചപ്പ് വിടരുന്നത്. കാരണം അന്റോണിയോ സ്കാർമേത്ത എന്ന് പറയുന്നത് ഏകാധിപത്യത്തിന് എതിരെ തൻ്റെ തൂലിക പടവാളാക്കിയ ഒരു എഴുത്തുകാരനാണ്. ചിലിയിൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ഏകാധിപത്യ ഭരണം നടത്തുന്ന അഗസ്തോ പിനാഷെ. ഈ അഗസ്തോ പിനാഷയുടെ ഏകാധിപത്യത്തിനെതിരെ അദ്ദേഹം തൻ്റെ തൂലിക ചലിപ്പിച്ചു. അതിൽ കുട്ടികളെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എഴുതിയ ഒരു ചെറുകഥയാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്, ദ കോമ്പോസിഷൻ. സ്കൂളിൽ പഠിക്കുന്ന പെദ്രോ എന്ന കുട്ടി, അവൻ നല്ല ഫുട്ബോൾ കളിക്കാരനുമാണ്. ഒരു ദിവസം ഇങ്ങനെ ഇവർ ക്ലാസ് കഴിഞ്ഞ് കൂട്ടുകാരൊത്ത് ഫുട്ബോൾ കളിക്കുമ്പോൾ അവൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛനെ പട്ടാളം പിടിച്ചുകൊണ്ടുപോവുകയാണ്. ഇത് അവൻ വീട്ടിൽ വന്ന് പറയുകയാണ്, അച്ഛനോട് പറയും. അപ്പോൾ അച്ഛൻ മൂകനായി ഇരുന്നു പോയി. അമ്മ വെങ്ങിപ്പൊട്ടി. ഒരു ദിവസം, അതിന് പിറ്റേ ദിവസം ക്ലാസ് ടീച്ചറും ഒരു പട്ടാളക്കാരനും കൂടി ഇവരുടെ ക്ലാസ്സിലേക്ക് വരികയാണ്. അപ്പോൾ അദ്ദേഹം ഒരു അറിയിപ്പ് കൊടുക്കുകയാണ്, രാജ്യമെമ്പാടും കുട്ടികളുടെ ഉപന്യാസ മത്സരം നടത്തുന്നുണ്ട്. ആ ഉപന്യാസ മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടുന്നവർക്ക് പട്ടാള മേധാവി സ്വർണ്ണപ്പതക്കം കൊടുക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഉപന്യാസത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത് രാത്രിയിൽ രക്ഷിതാക്കൾ എന്താണ് ചെയ്യുന്നത്. ഇതാണ് ഉപന്യാസത്തിൻ്റെ വിഷയം. രാത്രിയിൽ രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്നു. കാരണം പട്ടാള ഭരണത്തിൻ്റെ കീഴിൽ ഓരോ പൗരൻ്റെയും ചലനങ്ങൾ ഭരണകൂടം വീക്ഷിക്കുകയാണ്. അപ്പോൾ അത് കുട്ടികളിലൂടെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ഉപന്യാസം നടത്തുന്നത്. പെദ്രോ അവൻ നല്ല രീതിയിൽ ഉപന്യാസം എഴുതി, ഒരു പേജിൽ കവിയാതെ ഉപന്യാസം എഴുതി. അപ്പോൾ അതിൻ്റെ പേപ്പേഴ്സ് എല്ലാം തിരിച്ചു കൊണ്ടുപോയി അവൻ അന്ന് വൈകിട്ട് വീട്ടിൽ വന്നപ്പോൾ അച്ഛനോട് പറയുകയാണ്, ഇങ്ങനെ ഒരു ഉപന്യാസം ഉണ്ടായിരുന്നു. ആ ഉപന്യാസത്തിൻ്റെ വിഷയം രക്ഷിതാക്കൾ രാത്രി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് എഴുതേണ്ടത്. ഇത് കേട്ടപ്പോൾ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്പൂൺ താഴെ വീണു. അമ്മ കരഞ്ഞു, വിങ്ങിപ്പൊട്ടി. അപ്പോൾ മോനോട് ചോദിക്കും, മോനെ നീ എന്താണ് എഴുതിയത്? അപ്പോൾ പെദ്രോ പറയും, രാത്രിയിൽ എൻ്റെ അമ്മ എനിക്ക് ഭക്ഷണം തരും, ഞാൻ പഠിക്കാനിരിക്കുമ്പോൾ അച്ഛനും അമ്മയും കൂടി ചെസ്സ് കളിക്കും. ഇങ്ങനെയൊക്കെയാണ് എഴുതി വെച്ചത്. അപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായി, ഇതെന്തോ ഗൂഢബുദ്ധിയായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന്. അവനെ കുഞ്ഞു ബുദ്ധിയിൽ തൻ്റെ വീട്ടിലെന്താണ് ചെയ്യുന്നതെന്ന് ഇത് മാത്രം എഴുതി കാണിക്കുകയാണ്. അപ്പോൾ ഏകാധിപത്യത്തിനെതിരെ കുട്ടികളും ബോധവാന്മാരാണ് എന്ന് കാണിക്കുന്ന ഒരു രചനയാണ് ദ കോമ്പോസിഷൻ. ദ കോമ്പോസിഷൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.